അങ്ങനൊരു വാക്ക് ഞാൻ പറയാറില്ല. ക്രിയേറ്റീവ് നമ്മൾ എന്താ പറയുക, ഒരു ഒരു നമ്മുടെ പ്രോസസ്സിൽ പോവുക എന്നുള്ളതാണ്. നമ്മളത് ക്രിയേറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നാറ്. ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്ക് എനിക്ക് എപ്പോഴും വർക്കാവാറില്ല. അതെന്താ? ഇത് ശരിക്കും ഒരു ക്രിയേറ്റീവ് പ്രോസസ് അല്ലേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ഇല്ലാത്ത സാധനമൊന്നുമല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ എവിടെയോ കണ്ടും കേട്ടും ഒബ്സർവ് ചെയ്തൊക്കെ വന്ന സാധനത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതാണ്. ഒരു പുതിയ സാധനമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആർട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. അല്ല, ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടേ പോകുന്നുള്ളൂ. ഇതൊരു ഞാൻ പലപ്പോഴും ഇതൊരു ജോലിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അങ്ങനെ പാഷനായിട്ടുള്ളതൊന്നുമല്ല എനിക്ക്. എന്നാൽ ഈ ജോലി കളഞ്ഞിട്ട് വേറെ പണിക്ക് വേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ സിനിമയിൽ നിന്ന് ഒരു ദിവസം ഔട്ടാവുന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഒരു പാഷനേറ്റായിട്ട് സിനിമ ചെയ്തില്ലെങ്കിൽ ചത്തുപോകും, ഇല്ലെങ്കിൽ ആക്ഷൻ പറഞ്ഞില്ലെങ്കിൽ, ആക്ഷൻ പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ഞാൻ ആക്ഷനേ പറയാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫോർമാലിറ്റി പരിപാടിയൊന്നും ഞാൻ പിടിക്കാറില്ല. അപ്പം ഷൂട്ട് തുടങ്ങുമ്പോൾ ആക്ഷൻ പറയുന്ന ആരാ? അത് അസോസിയേറ്റ് കൊണ്ട് നിങ്ങൾ പറയാത്ത എന്താ? ഞാനങ്ങനെ പറയണ്ടെന്ന് വെച്ചു. ഇങ്ങനെ അതൊരു അംബീഷൻ അല്ലാത്തതുകൊണ്ട് അത് പറയണ്ടെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പഠിക്കണ്ട. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസിനൊന്നും ഇപ്പോൾ ആക്ഷൻ പറയാൻ താല്പര്യമില്ല. ഓക്കെ, അവർക്ക് അതുകൊണ്ടല്ല, അവർക്കൊക്കെ ആക്ഷൻ പറയണമെന്നൊരു ആഗ്രഹം. ഞാനൊരു സിനിമയിൽ ആക്ഷൻ പറഞ്ഞ് ഒരു സിനിമ ഡയറക്റ്റ് ആക്ഷൻ കട്ട് എന്ന് പറയുന്ന സ്പേസിലോട്ട് വന്നിട്ട് സിനിമ ചെയ്യാൻ വരുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്ന പലരും ഇപ്പോൾ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. അവർക്കൊക്കെ മതി, ആരോട് ആക്ഷൻ പറയും, ഇതൊന്നുമല്ല കാര്യം. പടം വെള്ളിയാഴ്ച പടമെങ്കിൽ ഹിറ്റായില്ലെങ്കിൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി എത്ര ആക്ഷൻ പറയുന്നതും കാര്യമില്ല. അപ്പം അതല്ല നമ്മുടെ മോട്ടീവ്. അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫെയിം, അതിൻ്റെ പ്രോസസ്സിൽ നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ പറയുന്നു, എല്ലാവരും അനുസരിക്കുന്നു, അതൊരു ഡിക്റ്റേറ്റർഷിപ്പായിട്ടാണ് തോന്നുന്നുള്ളൂ. അതൊന്നുമല്ല അതിൻ്റെ കോർ. അതിൻ്റെ കോർ നമ്മളൊരു സാധനം ഉണ്ടാക്കിയെടുക്കണം, ഒരു പ്രോസസ്സിലൂടെ പോവാണ്. അതിനെല്ലാവരും സഹായം വേണ്ടി വരും, എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഞാൻ മാത്രം വിചാരിച്ചു ഞാൻ വെറുതെ ആക്ഷൻ പറഞ്ഞുകൊണ്ട് എല്ലാം നടക്കില്ല. എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, നമ്മൾ അഭിനയിപ്പിച്ചെടുക്കണം, ആർട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, ലൈറ്റ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണം, ക്യാമറമാനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം, മ്യൂസിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം. ഇത് നമ്മളൊരു സൂപ്പർവൈസറാണ്. ഞാൻ അങ്ങനെ ഇതൊരു സൂപ്പർവൈസിങ് ജോലിയായിട്ടേ കാണാറുള്ളൂ. അതിനൊരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നേ കാണാവോ. അല്ലാതെ ഇതൊരു വലിയ ജോലിയായിട്ട് എന്താ വലിയൊരു സംഭവമായിട്ട് കണ്ടാൽ പാളി. കട്ടും പറയാറില്ല? കട്ട് പറയും. കട്ട് എനിക്കറിയാം, കട്ട് പറയാം. പക്ഷെ ആക്ഷൻ പറയുന്നത് എനിക്ക് എന്തോ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്.